നമ്മൾ കോഴിക്കോടത്തെ ഏറ്റവും തിരക്കുള്ള 2 തട്ടുകടകൾ പരിചയപ്പെടുത്തി തന്നെ. അപ്പോളെ അതിൻ്റെ മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടോ. അതേപോലെ വീഡിയോസൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. നമ്മുടെ കോഴിക്കോട് പാളയത്തുള്ള ആ ഒരു ഓംലെറ്റ്, ഈ ഒരാളെ കണ്ടാൽ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടുണ്ടോ, അത്രയും വൈറൽ വീഡിയോസ് വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിന് മുന്നിൽ തന്നെ വരുന്ന ആ ഒരു തട്ടുകട. ഇത് പ്രത്യേകം എന്ന് വെച്ചാൽ സാധാരണ ഓംലെറ്റൊക്കെ തന്നെ, പക്ഷേ സ്പീഡ് ഒരു 10-15 സെക്കൻഡിന് മുമ്പ് ഇങ്ങനെ ഓംലെറ്റ് അടിച്ച് നമ്മളെ കയ്യിൽ തരും. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചുറ്റും കൂടിക്കണ്ട, ഒന്നും വിഷമിക്കണ്ട. ഓർഡർ കൊടുത്താൽ അപ്പം അങ്ങോട്ട്. പിന്നെ ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഇപ്പം ഞാനൊക്കെ ഈ ഭാഗത്തൂടെ പോവുകയാണെങ്കിൽ ഇവിടെ കയറി ഒരു ഓംലെറ്റ് അടിച്ചിട്ടേ പോകാറുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഞാനൊരു ഡബിൾ ഓംലെറ്റ് അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് നേരെ കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മളെ ചിന്താവളപ്പ്, കുറച്ച് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും, ചിന്താവളപ്പ് തട്ടുകട കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റിടത്ത് ഓംലെറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് കിട്ടും. ഫിഷൊക്കെ നമ്മളവിടെ കോഴിക്കോട് തട്ടുകടയിൽ കിട്ടാറില്ല കേട്ടോ. ഫിഷ് തവ ചെയ്യുന്നത്, പിന്നെ ചിക്കൻ, അങ്ങനത്തെ കുറേ വെറൈറ്റി ആയിട്ട്, പിന്നെ കപ്പ ബിരിയാണി, അങ്ങനത്തെ കുറേ ഐറ്റംസ് വേറെ നമ്മളിവിടെ കാണാൻ. ഒരുപാട് ഫാമിലിയൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു തട്ടുകട, ഒന്നല്ല 2 തട്ടുകട കേട്ടോ. ഇതൊക്കെ ശരിക്കും ഒരു ഫാൻ ബേസ് ഉള്ള തട്ടുകടകളാണ്. ഇവിടുന്ന് സ്ഥിരം ഫുഡ് കഴിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇട്ടേക്കിട്ടോ വീഡിയോൻ്റെ അടിയിൽ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.